പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൂന്നാം തവണ അധികാരത്തിൽ വരാൻ കച്ചകെട്ടിയിറങ്ങിയ നരേന്ദ്രമോദിക്ക്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മസ്തകം തകർത്ത് കളയുന്ന ഒരു അടി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മോദിയുടെ മൂന്നാം അധികാര വരവ് ഫലപ്രദമായി തടഞ്ഞത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. മെയ് 10-ാം തീയതി അല്ലെങ്കിൽ മെയ് 10-ാം തീയതി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച്, സഞ്ജീവ് ഖന്നയുടെയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന രണ്ടംഗ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഡൽഹി മുഖ്യമന്ത്രിയും മാർച്ച് 21 മുതൽ തിഹാർ ജയിലിൽ ഇരുന്ന വ്യക്തിയുമായ അരവിന്ദ് കെജ്രിവാളിന് 2024 ജൂൺ 1 വരെ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുകയാണ്. ഈ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്ന ആ സമയത്ത് അരവിന്ദ് കെജ്രിവാളിന് ഇന്നത് പറയാൻ പാടില്ല, അങ്ങനെയുള്ള യാതൊരു നിയന്ത്രണവുമില്ല. ജൂൺ 2-ാം തീയതി അരവിന്ദ് കെജ്രിവാൾ കീഴടങ്ങണം, ഇതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഇത് യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസാനത്തെ അടി, ആ അടിയും നൽകിയത് സുപ്രീം കോടതിയാണെന്നും സുപ്രീം കോടതിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തങ്ങളുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള വിധികളിലൂടെ ഫലത്തിൽ നരേന്ദ്രമോദിയുടെ മൂന്നാം അധികാരത്തിൽ കയറാനുള്ള നരേന്ദ്രമോദിയുടെ മൂന്നാം ശ്രമത്തിന് ഫലപ്രദമായി തടയിട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മളെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മളൊന്ന് നോക്കിക്കേ. ചണ്ഡീഗഡിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി, അല്ലെങ്കിൽ അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായി BJP ഉണ്ടാക്കിയ ഭൂരിപക്ഷം ഇല്ലാതാക്കിയ സുപ്രീം കോടതിയുടെ വിധിയിലൂടെയാണ് സുപ്രീം കോടതി നരേന്ദ്രമോദിക്ക് ആദ്യത്തെ അടി നൽകിയത്. അതായിരുന്നു ആദ്യത്തെ. രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ഒരു MP ഉണ്ട്. ആ എംപിയും ജയിലിലായിരുന്നു. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു രണ്ടാമത് സുപ്രീം കോടതി നൽകി. അതായിരുന്നു നരേന്ദ്രമോദിക്ക് ലഭിച്ച രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടി. മൂന്നാമത്തെ മാരകമായിട്ടുള്ളൊരു അടി എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 15-ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഇലക്ടറൽ ബോണ്ട് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ വിധിയായിരുന്നു. ആ വിധിയാണ് യഥാർത്ഥത്തിൽ BJPയെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയത്. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളിൽ നിന്ന് ഏതാണ്ട് 8,000 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ട് വാങ്ങിയ BJP സത്യത്തിൽ ആ വിധിയിലൂടെ വല്ലാതെ തകർന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അതായിരുന്നു മൂന്നാമത്തെ. നാലാമത്തെ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പരിക്ക് മോദി കേൾപ്പിച്ചിരിക്കുകയാണ് ഈ മെയ് 10-ലെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിക്കൊണ്ടുള്ള ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധിന്യായം. സുഹൃത്തുക്കളെ, നമ്മൾ അതിൻ്റെ നാൾ വഴികളിലേക്ക് പോയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? 2022 ഏപ്രിലോ മറ്റോ ആരംഭിച്ചതാണ് ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം. ആ അന്വേഷണം അവസാനം 2024 മാർച്ച് 21-നാണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയത്. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയുമായിരുന്നു. നമുക്കറിയാം, 3 തവണ ഡൽഹി മുഖ്യമന്ത്രി ആയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ മാർച്ച് 21 മുതൽ ഏതാണ്ട് 1.5 മാസക്കാലമായി തിഹാർ ജയിലിൽ കഴിയുകയായിരുന്നു. നമുക്കറിയാം, ഡൽഹി മദ്യനയ കേസിലെ കൂറുമാറിയ 2 മാപ്പ് സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ പാർപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയില്ല. അതിനുശേഷം ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയില്ല. ആ കേസാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ദീപാങ്കർ ദത്തയും സഞ്ജീവ് ഖന്നയും അടങ്ങുന്ന രണ്ടംഗ ബെഞ്ചിലേക്ക് ഏപ്രിൽ 6-ന് വന്നത്. ഏപ്രിൽ 6-ന് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു.
ശരിക്കും യഥാർത്ഥത്തിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടിയാൽ ഈ കേസ് തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏപ്രിൽ 15 സുപ്രീം കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. അതിനുശേഷം ഈ കേസ് ഏപ്രിൽ 29 മാറ്റിവെക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ആ 29 ശേഷം വളരെ വിശദമായിട്ടുള്ള വാദം രണ്ട് ഭാഗത്തു നിന്നും നടന്നു. ആ വാദം നടന്നപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താനുള്ള അവകാശം മൗലികാവകാശവും നിയമപരമായിട്ടുള്ള അവകാശമൊന്നുമല്ല. യഥാർത്ഥത്തിൽ ക്രിമിനലുകളെല്ലാം ഒരേ നിരത്തിലാണ് കാണേണ്ടത്. ക്രിമിനലുകളിൽ ചിലർ രാഷ്ട്രീയക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താനും മത്സരിക്കാനുമൊക്കെയുള്ള അവകാശം നൽകിയാൽ അത് ഭരണഘടനയുടെ 14-ാം വകുപ്പിൻ്റെ ലംഘനമായിരിക്കും, തുല്യത എന്ന് പറയുന്ന വകുപ്പിൻ്റെ ലംഘനമായിരിക്കും. അതുകൊണ്ടൊരു കാരണവശാലും ഈ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാൻ പാടില്ല എന്നുള്ള വാദമാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉന്നയിച്ചത്. അത് ഉന്നയിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ച മനു അഭിഷേക് സിംഗ്വിയുടെ മറുവാദം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സംരക്ഷണമൊന്നുമില്ല, പക്ഷേ സാധാരണ പൗരന്മാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെങ്കിലും മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ടതാണെന്ന്. സാധാരണ പൗരന്മാർക്ക് ലഭിക്കുന്ന പൗരാവകാശങ്ങളെങ്കിലും മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ടതാണ് എന്നുള്ള വാദം അദ്ദേഹം ഉന്നയിച്ചു. വിശദമായി അദ്ദേഹം കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് വളരെ ഫലപ്രദമായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകനായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ മനു സിംഗ്വി കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഒട്ടേറെ വാദമുഖങ്ങൾ പറഞ്ഞു. 2022 ഏപ്രിലാണ് കേസ് ആരംഭിക്കുന്നത്. പക്ഷേ 2024 മാർച്ച് 21 അറസ്റ്റ് നടക്കുന്നത്. അതിനിടയിലുള്ള സമയം, തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്ത സമയം, അതുപോലെ തന്നെ അതിലെ പ്രതികൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ 8 പ്രാവശ്യം മൊഴിയെടുത്തപ്പോൾ 6 പ്രാവശ്യവും അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി കൊടുക്കുന്നില്ല. ആ പ്രതികളെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്ന പ്രതികൾ പിന്നീട് മൊഴി മാറ്റി പറഞ്ഞതിനെ തുടർന്ന് അവർക്ക് ജാമ്യം കിട്ടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അതിനുശേഷം ഈ പ്രതികൾ ഈ സാക്ഷികൾ അവർ തെലങ്കാനയിൽ BJPയുടെ സഖ്യകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശം പാർട്ടിയിൽ ചേർന്നു. ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മനു അഭിഷേക് സിംഗ്വി കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നു. പ്രതികൾ എന്ന് പറഞ്ഞ തെറ്റാണ്, സാക്ഷികൾ. അപ്പോൾ ഇതെല്ലാം വിശദമായി കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്നുള്ളത് കാര്യകാരണ സഹിതം മനു അഭിഷേക് സിംഗ്വി കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. അവതരിപ്പിച്ചതിനെ തുടർന്ന് മെയ് 2 മറ്റോ ആണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ട കോടതി 5 ചോദ്യങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോട് ചോദിച്ചു. 5 ചോദ്യങ്ങളിൽ അവസാനത്തെ 2 ചോദ്യം എന്ന് പറയുന്നത്, ഒന്ന് കേസിൻ്റെ നടപടികൾ ആരംഭിച്ചാൽ 365 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നടപടിക്രമം. അതിനുശേഷം അറസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് എന്ന് പറയണം എന്ന് കോടതി പറഞ്ഞു. അവിടെ കോടതി പറഞ്ഞു ലൈഫ് ആൻഡ് ലിബർട്ടി ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് കോടതി പറഞ്ഞു. അതായത് ജീവനും പൗരാവകാശവുമാണ് പ്രധാനം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അറസ്റ്റ് അല്ല പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് കോടതി പറഞ്ഞു. അതിനുശേഷം ഏറ്റവും അവസാനമായി പറഞ്ഞത് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അറസ്റ്റ് ചെയ്തു എന്നുള്ള സുപ്രധാന ചോദ്യം ചോദിച്ചു സുപ്രീം കോടതി. അങ്ങനെ 5 ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു. അതിനൊക്കെ തന്നെ മറുപടിയായിട്ട് വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരായിട്ട് ഒരുപാട് വാദമുഖങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുക എന്നുള്ളത് ഭരണഘടനാപരമായ അവകാശമല്ല, നിയമപരമായിട്ടുള്ള അവകാശവുമല്ല എന്നവർ പറഞ്ഞു. എന്ന് മാത്രമല്ല അമൃതപാൽ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഖാലിസ്ഥാനി NIA നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്തിട്ടുള്ള അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞ് കോടതിയെ സമീപിച്ചെങ്കിലും അത് കോടതി അനുവദിച്ചില്ല എന്നുള്ള വാദവും അവസാനമായി ഒരു അധിക സത്യവാങ്മൂലം കൂടി സമർപ്പിച്ചുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ വാദിച്ചു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഈ കേസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് അനുമതി ആവശ്യപ്പെട്ടത്, അല്ലാതെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താനല്ല. ഇവിടെ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുന്ന ആൾ മുഖ്യമന്ത്രിയാണ് എന്നത് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 10 ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഈ കാര്യം മെയ് 30 തന്നെ മെയ് 1 മറ്റോ ഒരു വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ കേരളത്തിൽ ആദ്യമായി ഇതുപോലെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞതൊരു യൂട്യൂബ് ചാനൽ പ്രതിപക്ഷമായിരിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് അഭിമാനമുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ 1.5 മാസക്കാലമായി ജയിലിൽ കിടന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുകയാണ്.
അദ്ദേഹത്തിന് ഇന്നത് പറയാം ഇന്നത് പറയണ്ട എന്നുള്ള നിരോധനമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പ്രചരണം നടത്താം. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നടത്തുന്ന പ്രചരണം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന നേട്ടം ചെറുതായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഡൽഹിയിൽ 7 സീറ്റുകളുണ്ട്, 7 സീറ്റുകളും ആം ആദ്മി പാർട്ടി തൂത്തുവാരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രചരണത്തിൻ്റെ കുന്തമുന അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു സ്വാധീനം അദ്ദേഹം ചെലുത്താൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഈ വീഡിയോ തുടങ്ങിയ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? മോദിയെ ഇത്രയും പ്രതിരോധത്തിലാക്കിയത്, മോദി അടുത്ത തവണ അധികാരത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പുവരുത്തിയത് സുപ്രീം കോടതിയുടെ 3-4 ചരിത്ര പ്രധാനമായിട്ടുള്ള വിധികളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, ചണ്ഡീഗഡ് കോർപ്പറേഷനിലെ മേയർ സ്ഥാനം ത്തേക്ക് നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിച്ച BJPയുടെ ആ ശ്രമത്തെ അട്ടിമറിച്ച് ആയിരുന്നു ആദ്യത്തേത്. രണ്ടാമത്തേത് സഞ്ജയ് സിംഗ് എന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി നേതാവിന് ജാമ്യം കൊടുത്ത വിധിയായിരുന്നു. മൂന്നാമത്തേത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയായിരുന്നു. നാലാമത്തേത് ഈ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുത്തുകൊണ്ടുള്ള വിധിയായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മോദി അധികാരത്തിൽ വന്നില്ലെങ്കിൽ, മോദി ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിക്കായിരിക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇത് കുറച്ച് നാളായി നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതിയും ഗവൺമെൻറ്റും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തർക്കത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കണം. നമുക്കറിയാം, ഒട്ടേറെ ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ നീക്കത്തിന് കൃത്യമായി തടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സുപ്രീം കോടതി. നമുക്ക് കാണണം, അഖിൽ ഖുറേഷി മുതൽ KM ജോസഫ് വരെയുള്ള ജഡ്ജിമാർക്ക് സുപ്രീം കോടതിയിൽ വരാനുള്ള അവസരം ഇല്ലാതാക്കിയത് ഹൈക്കോടതിയായി മോദി സർക്കാരായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. മോദി സർക്കാരും സുപ്രീം കോടതിയും തമ്മിൽ വലിയ തോതിലുള്ള തർക്കവിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരം സുപ്രീം കോടതിക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടന്നിരുന്നു. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ സ്വാധീനം ഇല്ലാതാക്കുന്ന ഒരു വിധി സുപ്രീം കോടതി കൊണ്ടുവന്നിരുന്നു. അത് ലോക്സഭയിൽ കൊണ്ടുവന്ന ഒരു ബില്ലിലൂടെ, ഒരു നിയമ നടപടിയിലൂടെ അത് മോദി ഗവൺമെൻറ് ഇല്ലാതാക്കിയത് കാണാൻ കഴിയും. അപ്പോൾ ആ നിലയിൽ സുപ്രീം കോടതിയും മോദി ഗവൺമെൻറ്റും തമ്മിൽ നടക്കുന്ന തർക്കങ്ങളുടെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ നടപടി നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മോദി ഇത്തവണ അധികാരത്തിലേക്ക് 3-ാം തവണ വന്നില്ല എന്നുണ്ടെങ്കിൽ, മോദി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിക്കായിരിക്കും. 4ാമത്തെ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ 3ാമത്തെ വിധിയും നിർണായകമായിരുന്നു, ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധിയും നിർണായകമായിരുന്നു. അതിനേക്കാളൊക്കെ തന്നെ അതിനിർണായകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവനമാണ് ഈ അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം നൽകുന്നതിലൂടെ സുപ്രീം കോടതി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മോദിയുടെ മസ്തകം തകർക്കുന്ന ഒരു അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.